ലൈംഗികാതിക്രമ കേസിൽ ജയിലിൽ കഴിയുന്ന സംവിധായകൻ രഞ്ജിത്തിന് ഇന്ന് നിർണായകം. പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷയും രഞ്ജിത്ത് നൽകിയ ജാമ്യാപേക്ഷയും ഇന്ന് കോടതി പരിഗണിക്കും. നവമി ദിനേശ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നവമി, രഞ്ജിത്തിന് അതിനിർണായകമായൊരു ദിവസമാണ്. രഞ്ജിത്തിനെതിരെ ഏറ്റവും കൂടുതൽ തെളിവുകൾ അല്ലെങ്കിൽ ലഭിക്കാവുന്ന അത്രയും തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു പോലീസിന്റെ ലക്ഷ്യം. അങ്ങനെ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ ജാമ്യം ലഭിക്കുക എന്നത് ദുഷ്കരമായിരിക്കും, അല്ലേ? തീർച്ചയായും അനുശ്രീ, രാവിലെ 11 മണിയോടുകൂടി തന്നെ സംവിധായകൻ രഞ്ജിത്തിനെ കോടതിയിൽ ഹാജരാക്കും. ആദ്യം കസ്റ്റഡി അപേക്ഷയാണ് പരിഗണിക്കുക. അതിൽ 3 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പ്രധാനമായും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്, അതോടൊപ്പം തന്നെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ കുറ്റം നിഷേധിക്കുന്ന സാഹചര്യമായിരുന്നു രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള തെളിവുകൾ നിരത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ ആവശ്യമാണ് എന്നാണ് കോടതിയിൽ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതിനുശേഷമായിരിക്കും ജാമ്യാപേക്ഷയും പരിഗണിക്കുന്നത്. എന്തായാലും കസ്റ്റഡിയിൽ വിടുന്ന ഒരു സാഹചര്യമാണെങ്കിൽ സ്വാഭാവികമായും ജാമ്യം നിഷേധിക്കും. എന്തായാലും കോടതിയുടെ ഭാഗത്തു നിന്നാണ് അതിലൊരു അന്തിമ തീരുമാനമുണ്ടാകുക. അതിന് ഏതാനും മണിക്കൂറുകൾ മാത്രം കാത്തുനിന്നാൽ മതിയാകും. രഞ്ജിത്തിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ആദ്യം അഭിഭാഷകൻ വക്കാലത്ത് ഒഴിഞ്ഞിരുന്നു. പുതിയ അഭിഭാഷകനാണ് ഇത്തവണ രഞ്ജിത്തിനു വേണ്ടി ഹാജരാകുന്നത്. ഇത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ഒരു കേസാണ്. രഞ്ജിത്തിന് ഈ ഇൻഡസ്ട്രിയിൽ തന്നെ, സിനിമാ മേഖലയിൽ തന്നെ നിരവധി ശത്രുക്കളുണ്ട്. അവരാണ് ഇതിന് പിന്നിലുള്ളൊരു വാദമാണ് രഞ്ജിത്ത് പ്രധാനമായും ഉന്നയിക്കുന്നത്. പക്ഷേ ഈ കേസിലേക്ക് വരുമ്പോൾ ഈ യുവനടി അത് കൃത്യമായി തന്നെ രഹസ്യമൊഴി പോലീസിന് നൽകിയിട്ടുണ്ട്. ഈ പീഡനം നടന്നു എന്ന് പറയുന്ന കാരവാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ അകത്ത് CCTV ഇല്ല. അതുകൊണ്ട് തന്നെ പുറത്ത് CCTV പോലീസ് സംഘടിപ്പിക്കുക എന്നുള്ളത് നേരത്തെ തന്നെ അതിന്റെ ഉള്ള ശ്രമങ്ങളുമൊക്കെ നടത്തിയതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പീഡനം നടന്നു എന്ന് പറഞ്ഞതിന് ശേഷം, അതായത് ലൈംഗിക അതിക്രമം നടന്നു എന്ന് പറഞ്ഞതിന് ശേഷം തനിക്കുണ്ടായ ദുരനുഭവം ഈ യുവനടി സഹപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. അവരുടെ അടക്കം വിശദമായ മൊഴി രേഖപ്പെടുത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ജാമ്യാപേക്ഷ ആദ്യം പരിഗണിക്കുമ്പോൾ, കസ്റ്റഡി അപേക്ഷ ആദ്യം പരിഗണിക്കുമ്പോൾ രഞ്ജിത്തിനെ കസ്റ്റഡിയിലേക്ക് നൽകാനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള ഒരു വാദം തന്നെയായിരിക്കും ഇന്ന് കോടതിയിൽ നടക്കുക. ജാമ്യത്തെ എതിർത്തുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത്. ശരി, നവമി ദിനേശാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.